ആപ്കി അദാലത്തിൽ ഇലക്ഷൻ എക്സ്പേർട്ട് പ്രശാന്ത് കിഷോറിന് മേലുള്ള മറ്റൊരു കുറ്റാരോപണം ഇദ്ദേഹം നേതാക്കന്മാരെ തെറ്റായ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. താങ്കൾ ഇലക്ഷനിൽ എപ്പോൾ മുതലാണ് ഈ ഡേറ്റ അനാലിസിസ്, ഡിജിറ്റൽ ഡേറ്റ ഇവയെല്ലാം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്? എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ അതുതന്നെയാണ് ചെയ്യുന്നത്. താങ്കൾ യാത്രയെല്ലാം പറഞ്ഞു വിട്ടു. എന്താ സംഭവിക്കുന്നതെന്ന് ആരോടെങ്കിലും ചോദിച്ചാ സർവേ ചെയ്യുകയാണെന്ന് പറയും. ശരി, ഏത് വെച്ചാണ് സർവേ ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രശാന്ത് സാറിന്റെ ഒരാൾ കൂടെ ഉണ്ടെന്ന് പറയും. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ആളാണെന്ന് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഉണ്ട്, 20,000 മേലുള്ള കുട്ടികളുണ്ട്. അവര് ഏതോ ഒരു വിധത്തിൽ ഈ ഡൊമൈനിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഞങ്ങളിത് 2011 ആരംഭിച്ചപ്പോ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതൊരു ഡൊമൈനായി മാറുമെന്ന്. പതിയെ പതിയെ അതിങ്ങനെ വലുതായി മാറിക്കൊണ്ടിരുന്നു. പ്രധാന തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആൾക്കാർ പോലും പ്രൊഫഷണൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം നിങ്ങളിപ്പോൾ കാണിച്ചതുപോലെ ഇലക്ഷനിൽ പല പല കക്ഷികൾ നേതാക്കന്മാർക്ക്, അതായത് പബ്ലിക് എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ പ്രൊഫഷണൽ സപ്പോർട്ട് കൊണ്ട് ഇനിയും ബെറ്റർ ആകുമെന്ന് കരുതുന്നു. എന്ത് കാര്യം കൊണ്ടാണ് ജനങ്ങൾക്ക് നല്ലത് ലഭിക്കുന്നത് അത് ജനങ്ങൾ വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്കൂളോ ഡിഗ്രിയോ അങ്ങനെ ഒന്നും തന്നെയില്ല. അതിൽ ആരൊക്കെ പ്രശാന്ത് കിഷോറിനോടൊപ്പം ജോലി ചെയ്യുന്നോ അവർ CV-യിൽ എഴുതും പ്രശാന്തിനോടൊപ്പം ജോലി ചെയ്തെന്ന്. അതുകൊണ്ട് പല ആൾക്കാർക്കും ജോലി ലഭിച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ പ്രവൃത്തി മുഖേന പലർക്കും നഷ്ടവും സംഭവിക്കാറുണ്ട്. അല്ല, അതിപ്പോ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഡോക്ടർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആ രോഗി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മെഡിക്കൽ കോളേജിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയല്ലല്ലോ. പക്ഷേ ഈ സയൻസ് എത്രത്തോളം കൃത്യതയുള്ളതായിരിക്കും? ഞങ്ങൾ പല എക്സിറ്റ് പോളുകളും കണ്ടു, പലതും തെറ്റായിരുന്നു. അത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പോസ്റ്റർ ഒന്നുമല്ല. ഞങ്ങൾ ചെയ്യുന്ന ഒന്നും പോസ്റ്റർ അല്ല. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പറയുന്നതാണ്, വി ആർ ഹൈലി ഓവറേറ്റഡ്. ഏതൊരു പ്രൊഫഷണൽ സപ്പോർട്ടിനും ഒരാളെ ഇലക്ഷനിൽ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ല. ലീഡറാണ് ഇലക്ഷനിൽ വിജയം നേടുന്നത്. പാർട്ടി വിജയിക്കുന്നു, ഒരുപാട് അനുയായികളുടെ പ്രവർത്തനം വിജയിക്കുന്നു, ജനങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിക്കുന്നു. ഞങ്ങളുടെ പ്രൊഫഷണൽസ് ആ വിഷയം ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സഹായം ലഭിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വന്നാൽ, ഓപ്പറേഷൻ തിയേറ്റർ ആവശ്യമായിട്ട് വന്നാൽ ഡോക്ടർ ബെറ്റർ ആയിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ അസിസ്റ്റൻസ് ആരും ഇല്ലെങ്കിൽ, നിങ്ങൾ വലിയൊരു സർജൻ ആണെങ്കിലും നല്ലൊരു സർജൻ ആണെങ്കിൽ പോലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ നല്ലപോലെ ജോലി ചെയ്താൽ പോലും എന്തെങ്കിലും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം വളരെ നല്ലതാണെങ്കിൽ സോ യു വുഡ് ബി ഏബിൾ ടു ഡെലിവർ തിങ്സ് ബെറ്റർ. സോ നിങ്ങൾ ആദ്യം ആ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആരായാലും, പ്രശാന്ത് കിഷോർ അല്ല, അത് ആരായാലും പുതിയതായിട്ട് ആരെങ്കിലും ജയിപ്പിച്ചാലും തോൽപ്പിച്ചാലും ആൻഡ് ബെസ്റ്റ് ഓൺ ദി മാർജിൻ ലീഗ് തിങ്സ് ലിറ്റിൽ ബിറ്റ് ഓഫ് ദ എഫിഷ്യൻസി ഇൻ ദ ഹോൾ. പക്ഷെ ഇവിടെ തലകീഴായിട്ട് മാറി. അതായത് എക്സിറ്റ് പോൾ നടത്തിയവർ തെറ്റ് ചെയ്തു, പക്ഷെ കുറ്റം മുഴുവനും ഞങ്ങൾക്കും. താങ്കളുടെ മുകളിലോ? അല്ല, മീഡിയയുടെ മേലിൽ മൊത്തത്തിൽ തെറ്റിപ്പോയില്ലേ? ആക്ച്വലി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ റേറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണോ അതോ ഇത് തീർത്തും മടത്തരമായ സംസാരമാണ്. ഒരു പക്ഷേ ഈ റിസൾട്ട് ആണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞാൽ അപ്പൊ പിന്നെ ആ റിസൾട്ട് ചേഞ്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റ് രണ്ട് സൈഡിൽ നിന്നും ഗെയിം ചെയ്യാലോ. 240 ആണ് വരാൻ പോകുന്നതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നാൽ മാർക്കറ്റിൽ നിന്ന് ഷോർട്ടായിട്ട് കൂടി പണം സമ്പാദിക്കാൻ പറ്റും. അതിനാണ് എന്തിനു വെറുതെ തെറ്റ് ചെയ്യുന്നത്? തെറ്റ് സംഭവിക്കുന്നത് സഹജമാണ്. ഞാൻ അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഞാൻ എക്സിറ്റ് പോൾ നടത്തുന്ന ഒരാളോ അല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കുന്ന ആളോ അല്ല. തീർത്തും ഇല്ലെന്ന് തന്നെ പറയുള്ളൂ. ഞാൻ അവരുടെ ഡേറ്റ യൂസ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. പക്ഷേ ഒരാളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവുന്നത് സഹജമാണ്. പക്ഷേ അതിന് പിന്നെ ഒരു മോട്ടീവ് ഉണ്ടാവുമെന്ന് പറയുന്നത് ആ കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാകാത്തപ്പോഴാണ്. എനിക്കെന്തത് ശരിയായിട്ട് തോന്നുന്നില്ല. ഒരു റൂമിലിരുന്നു കൊണ്ട് ചായയൊക്കെ കുടിച്ച് എക്സിറ്റ് പോൾ പറഞ്ഞ് ഞാൻ എക്സ്പെർട്ടാന്ന് പറയുന്നത് ഒരു കാര്യമാണോ? പ്രൊഫഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പുറത്തു വരുമ്പോൾ കഴുത്ത് ഞെരിക്കുന്ന പോലെ നടക്കുന്നത് സഹജമാണ്. 10 പറഞ്ഞാൽ അതിൽ 8 സംഭവിക്കുന്നത് സാധാരണമാണ്. 8 എന്ന് പറയുന്നത് ഒരു കുറവൊന്നുമല്ല. പുറത്തിരുന്ന് ഇങ്ങനെ വെറുതെ എക്സിറ്റ് പോൾ പറയാന്നുള്ളത് ഈസിയാണ്. പക്ഷേ പ്രശാന്ത് സാർ, എന്റെ അച്ഛൻ ജീവിതത്തിൽ എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ല. അങ്ങനെയുള്ളപ്പോ ആ സെഫോളജി, ആ ഇലക്ട്രൽ സെഫോളജിയൊക്കെ ഇന്ത്യൻ ഡൊമൈൻ അല്ല, വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. വളരെ വലിയ എക്സ്പെർട്ടുകളൊക്കെ ഉണ്ട്. നല്ല വിവരമുള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ട്. ഇന്ത്യയിലും ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട്. സോ യെസ്, ദിസ് ടൈം പ്രോബബ്ലി ഓൾ ഹൂ വെയർ ഇൻവോൾവ് ഇൻ ദേ വിൽ ലുക്ക് ഇൻ ടു ദി സിസ്റ്റം, ദേ വിൽ ഇംപ്രൂവ്ഡ്. നിങ്ങൾ ടെലിഫോൺ യൂസ് ചെയ്ത ആൾക്കാരാണ്. ആദ്യം കയ്യിലിരിക്കുന്നത് യൂസ് ചെയ്തു, പേജർ യൂസ് ചെയ്തു, മൊബൈൽ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്ന് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി പഠിപ്പിച്ചു കൊടുത്തു ജനങ്ങൾക്ക്, ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഇല്ല, ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓവർ റേറ്റഡ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ട്വിറ്ററിലോ നമ്മൾ ഇലക്ഷൻ ജയിക്കുന്നത് പോലെയാണെങ്കിൽ ഗാന്ധിജി പോരാട്ടം നടത്തുന്ന സമയത്ത് ആ സമയത്ത് പോസ്റ്റ്കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. പോസ്റ്റ്കാർഡാണ് ഉപയോഗിച്ചിരുന്നത്. അതിപ്പോ ഫേസ്ബുക്കായി മാറിപ്പോയെന്നേ ഉള്ളൂ. ഫേസ്ബുക്കിലാണ് എഴുതുന്നത്. ഫേസ്ബുക്കാണ് പോസ്റ്റ്കാർഡ് എന്നുള്ള പ്രശ്നമല്ല. അതിൽ എന്ത് എഴുതുന്നുള്ളതാണ് പ്രധാന കാര്യം. എഴുതുന്നത് ആരാണ് അതും പ്രധാനമാണ്.
മെസ്സേജറുടെയും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, ഇല്ലന്റുകൾ ഉണ്ടായിരുന്നു, എൻവലപ്പുകൾ ഉണ്ടായിരുന്നു. അതിപ്പോ ഫേസ്ബുക്കായി മാറി. അതുപോലെ ട്വിറ്റർ ഉണ്ട്. അതിനുശേഷം വേറെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോഷ്യൽ പൊളിറ്റിക്കൽ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മെസ്സേജറുടെയും വളരെയധികം പ്രാധാന്യമുണ്ട്. മീഡിയത്തിന് അത്ര വലിയ പ്രാധാന്യമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ടെക്നോളജിയെ നിങ്ങൾ പ്രയോജനപ്പെടുത്താതെ ഒരു പക്ഷേ പോസ്റ്ററാണ് ഇടുന്നതെങ്കിൽ അത് ഒരാളുടെ കയ്യിൽ എത്തിച്ചേരാൻ 10 ദിവസം എടുക്കും. ഫേസ്ബുക്കിലാണെങ്കിൽ അത് 10 മില്യൺ മാറുകയാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. താങ്കൾ എന്താണ് കരുതുന്നത്? നേരത്തെ മോദി, BJP, ട്വിറ്റർ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതെല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് അത് ഡോമിനേറ്റ് ചെയ്ത് ഓക്കുപൈ ചെയ്തോ? ഇല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസർ അഡ്വാൻറ്റേജ് ഒരാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് ആദ്യമായിട്ട് ഞങ്ങൾ 2014 തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഫേസ്ബുക്ക്, അതായത് എഫിലിഡർ എന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കുമായിരുന്നു. അതിനുശേഷം ആളുകൾ അതിന്റെ പവർ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് തുടങ്ങിയ ആള് ശരിക്കും പെട്ടുപോവുകയാണ് ചെയ്തത്. അതുപോലെ നിങ്ങൾ വലിയ കമ്പനികളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. വലിയ കമ്പനി, അതൊരു സ്റ്റീൽ കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് കമ്പനി ആണെങ്കിൽ പോലും ആരെങ്കിലും പുതുതായിട്ട് വരും, ചാലഞ്ച് ചെയ്ത് അവരെ തോൽപ്പിച്ച് കളയും. ആസ് യു തിങ്ക് ബിഗർ, യുവർ എബിലിറ്റി ടു മൂവ് ആൻഡ് വെനെവർ യു ബിക്കം ലെസർ. ഇപ്പോൾ വലിയൊരു പായ്ക്കപ്പൽ അത് തിരിയാൻ ഒരു സമയമെടുക്കും. പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ അതിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. സോ ട്രൂ ഇൻ ഓൾ വർക്ക്സ് ഓഫ് ലൈഫ്. ബിസിനസ്സിലൊക്കെ വലിയ കമ്പനികളൊക്കെ പോലും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. രജിത് ശർമ്മ ഇന്ത്യ ടിവിയിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്താൽ പോലും അതിനെക്കുറിച്ച് 10 തവണ ആലോചിക്കും. ഒരു പ്രോസസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ലെഗസി ഉണ്ട്. ഒരു പുതിയ ആൾ വന്ന് യൂട്യൂബ് കണ്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഈ കാര്യം എന്തുകൊണ്ടാണ് രജിസ്റ്റർ ആലോചിച്ചില്ല എന്ന് ചോദിക്കും. അതെന്തുകൊണ്ടാണ് മനസ്സിലാകത്ത് വെച്ചാൽ നമ്മളൊരു ലെഗസിയിലാണ് ഉള്ളത്. 10-15 വർഷമായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അത് ഓവർനൈറ്റായി ജമ്പ് ചെയ്തിട്ട് ഏതെങ്കിലും പുതുതായിട്ട് പെട്ടെന്ന്. ഈ ചോദ്യം എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ കഴിഞ്ഞ വർഷത്തെ മെയ് വരെ രാഹുൽ ഗാന്ധി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബും പ്രയോജനപ്പെടുത്തി. ധാരാളം പേര് അത് കണ്ടിരുന്നു. അത് അവർക്ക് ശരിക്കും പ്രയോജനപ്പെട്ടെന്നാണ് പറയുന്നത്. സർ, ടു വേ തിങ്. അതിലകത്ത് നോക്കുകയാണെങ്കിൽ മോദിജിയുടെ ഇക്കോസിസ്റ്റം, അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ ട്രാക്കിൽ ഒരുപാട് കുറവുകളൊക്കെ സംഭവിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓവറോൾ റീച്ച്, ഹി ഹാസ് ഗോൺ ഫോർ വൈഡർ റീച്ച്. ദർ ഇസ് നോട്ട് ട്രൂ അബൌട്ട് ഇറ്റ്. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ചാലഞ്ചർ ആയിരുന്നു. അദ്ദേഹത്തിന് ബേസ് കുറവായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വലുതായിരുന്നു. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. എന്തു നടക്കാൻ പോകുന്നു, അതെന്താണെന്ന് കാണാമെന്ന്. മോഡി എപ്പോഴും ജയിക്കുന്ന ആളാണ്. ഇതുപോലെ ഒരു വിധത്തിലുള്ള സെർട്ടിനിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. മോഡി എപ്പോഴും ജയിക്കുന്ന ആളാണ്. ഇതിലെന്താണ് പുതുമയായിട്ടുള്ളത്? ഡേ നൈറ്റ് തന്നെ ചോദിക്കുന്നു. അത് ഓവർക്കില്ലാണ്. 10 വർഷമായിട്ട് ജനങ്ങൾ മോഡിജിയാണ് രാവിലെയും വൈകിട്ടും കാണുന്നത്. മീഡിയ എല്ലാ സ്ഥലത്തും ഒരു പുതിയ ആൾ വന്നാൽ എന്താണ് സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു ആവേശം വരും. അതുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചത് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ നല്ല ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോദിജിയെ ഒന്ന് കുലുക്കാൻ കഴിഞ്ഞെന്ന്. നരേന്ദ്രമോദിയെ തോൽപ്പിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ സൈക്കോളജിക്കല വീക്കാക്കിയിരിക്കുന്നു, കോൺഫിഡൻസ് ഇല്ലാതാക്കിയെന്നും പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം കരുത്ത് തന്നെയാണ്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ ഉള്ളത്? ഞങ്ങളെക്കാളും ലക്ഷ്യമുള്ളത് അദ്ദേഹത്തിനാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അറോഗൻസ് ഈസ് സംതിങ് വിച്ച് യു ഷുഡ് അവോയ്ഡ് ഇൻ പൊളിറ്റിക്സ്. അത് BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, അത് ആർക്കു വേണ്ടിയാണെങ്കിലും ഞങ്ങൾക്ക് ഓക്കെയാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങൾ അറോഗൻസിനെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ അവർ ഭയങ്കര അറോഗന്റ് ആണെന്ന് തോന്നിയാൽ, വിജയത്തിലും പരാജയത്തിലും അറോഗന്റ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലായാൽ നമ്മൾ പബ്ലിക്കിന് അത് ഇഷ്ടപ്പെടില്ല. പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, ഇന്ന് നാട്ടിലൊരു നല്ല റിസൾട്ട് ഉണ്ടായിരിക്കുകയാണ്. മോഡിജിയെ ഉയരത്തിലേക്ക് എടുത്തു വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ദൈവമല്ലെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ തന്നെ ഭരിച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വരമ്പിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ആളുകൾ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു, നിങ്ങൾ ഭരിച്ചോളൂ. അവര് രാഹുൽ ഗാന്ധിയോട് ഭരിക്കാൻ പറഞ്ഞില്ല. അവർ പറഞ്ഞത് മോദി തന്നെ ഭരിച്ചോളൂ, പക്ഷേ ഒരു ഡിക്റ്ററിനെ പോലെ ആവരുതെന്ന്, ഒരു നല്ലവനായ ഭരണാധികാരിയായി ഭരിക്കണമെന്ന്. അല്പം ശ്രദ്ധിച്ച് നടന്നോളാൻ ആളുകൾ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ജൂൺ തൊട്ടേ പറയാൻ തുടങ്ങിയിരിക്കുക, ഈ സർക്കാർ നിലംപതിക്കും, ദീർഘകാലം മുന്നോട്ട് പോകില്ലെന്ന്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഞങ്ങളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, തിരിച്ചറിവുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഈ നടപടിക്രമങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് 2 കാര്യങ്ങളാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 9 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കും. സ്റ്റാർട്ടിംഗ് വിത്ത് ജമ്മു കാശ്മീർ, അതിനുശേഷം ഹരിയാന വരും, പിന്നെ മഹാരാഷ്ട്ര, ദില്ലി, ജാർഖണ്ഡ്, ബീഹാർ, അതിനുശേഷം വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു, അസം, ഇങ്ങനെ 9 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കും. അപ്പോൾ ഈ ഭരണകൂടത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് എന്ത് സംഭവിക്കുമെന്ന്, ഭരണകൂടം മുന്നോട്ട് പോകുന്ന ഡയറക്ഷൻ, ഈ 9 സംസ്ഥാനങ്ങളിലും BJP തോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സ്റ്റെബിലിറ്റിക്ക് കോട്ടം തട്ടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. പക്ഷെ അവർക്ക് തോന്നുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം സിസ്റ്റം മുഖേനയാണ് പോകുന്നതെന്ന്? അതായത് റിസർവേഷനെ കുറിച്ച് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ
രാഹുൽ പറഞ്ഞത് ഭരണം നിലംപരിച്ചാകാൻ പോകുന്നു. അതിനുശേഷം കാർഗേജി, തേജസ്വി യാദവ്, സഞ്ജയ് സിംഗ് ആരെവിടെ ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ഇതായിരിക്കും ചോദിക്കുന്നതെന്ന്. ഇതുവരെയായിട്ടും രാഹുൽ ഗാന്ധിയെയും ഓപ്പോസിഷൻ പാർട്ടിയെയും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് കോർഡിനേറ്റ് അക്സസ് ചെയ്യുന്നില്ല എന്ന്. ഒരുപക്ഷെ അവരുടെ എഫേർട്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ വി ഷുഡ് താങ്ക് ദം, വി ഷുഡ് അപ്ലോസ് ദെയർ എഫേർട്സ്. അതിലൊരു പ്രശ്നമില്ല. അവരുടെ നറേറ്റീവ് കോർഡിനേറ്റ് ചെയ്യുന്നതിലാണുള്ളത്. അതിലെന്ത് കംപ്ലൈന്റ് ആണ് ഇപ്പോൾ ഉള്ളത്? എന്താണ് അവർക്ക് കുറവായിട്ടുണ്ടായിരുന്നത്? അപ്പാരന്റ് കുറവായിരുന്നെങ്കിൽ അതിപ്പോ അവർ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നൗ ദേ ആർ അപ്പിയറിംഗ് മോർ കൊറസീവ് യൂണിറ്റ്, ദേ ആർ അപ്പിയറിംഗ് മോർ അഗ്രസീവ്. അതെന്തായാലും എപ്പോഴും നാടിന് നല്ലത് തന്നെയാണ്. ജനനായകനാകുന്നത് നല്ല കാര്യമാണ്. പാർലമെന്റിലാണ് ഡിബേറ്റ് നടക്കുന്നത്. അതിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കോൺഗ്രസിന് 100 പകരം 125 വന്നാലും തലകീഴായിട്ട് മാറുകയാണെങ്കിലും കോൺഗ്രസിന് 240 BJPക്ക് 100 വരികയാണെങ്കിലും അതും നാടിന് നല്ലത് തന്നെയല്ലേ? ജനങ്ങൾക്ക് എന്തായാലും നല്ലത് മാത്രം കിട്ടിയാൽ മതി. അത് നേതാക്കന്മാർക്ക് എങ്ങനെയാണെങ്കിലും നല്ലതല്ലാതെ നടക്കുന്നത് ഓപ്പോസിഷന് 20-25 മറ്റൊരു പാർട്ടിക്ക് 400 വന്നാലാണ്. അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. എന്തായാലും ഇവിടെ കോൺഗ്രസിന് നല്ല റിവൈവൽ കിട്ടിയിട്ടുണ്ട്. 400 കടക്കാതിരുന്നത് നല്ലതെന്നാണോ പറയുന്നത്? അല്ല, നിങ്ങൾ എന്നോട് അങ്ങനെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് തന്നെ പറയുകയുള്ളൂ. 400 വരാഞ്ഞത് വളരെ നല്ല കാര്യമാണെന്നേ പറയൂ. ഇല്ലെങ്കിൽ ബീഹാറിൽ പോലും എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. നിന്റെ ഈ എക്സിസ് പോളൊക്കെ നിർത്തിയേക്കാൻ പറയും. നീയും വന്ന് BJPയിലേക്ക് ചേർന്നോളൂ. അതായത് ഇവരുടെ ഇപ്പോ നിങ്ങൾക്കെല്ലാം എന്താണ് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ BJPയിൽ ഇപ്പോ ആർക്കാണ് കൂടുതൽ ലാഭം എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായി ഞങ്ങൾക്കാണ് കൂടുതൽ ലാഭം. കാരണം ഓൾട്ടർനേറ്റ് ആയിട്ട് മറ്റൊരു കാര്യം നിർത്താനായിട്ട് ശ്രമിക്കാമല്ലോ. ആളുകളോട് പറയാൻ ശ്രമിക്കാം, നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം, പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്ന്. ഒരുപക്ഷെ BJPക്ക് 300 അല്ലെങ്കിൽ 400 സീറ്റോ ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് ബീഹാറിൽ ഉറപ്പായിട്ടും ജോലി ചെയ്യാൻ സാധിക്കുമോ എന്നാണ്? ഇല്ലല്ലോ, പറയേ. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തുള്ള ജനങ്ങൾ വളരെ ബുദ്ധിശാലിയാണെന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, ഞാൻ ഉറപ്പായിട്ടും ഇത് ഇലക്ഷന് മുൻപായിട്ടല്ല പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ആളാണ്. 5 വർഷമായിട്ട് പറയുകയാണ്. മോദിയുടെ അവസാന കാലമായെന്ന് ആരും വിചാരിക്കേണ്ട. അവർക്ക് മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂന്നും ആരും വിചാരിക്കേണ്ട. ഈ നാട്ടിലെ പ്രതിപക്ഷം ഒരിക്കൽ പോലും ബലഹീനമാവുകയില്ല. പ്രതിപക്ഷത്തിന് ശക്തി വേണമെങ്കിൽ കുറഞ്ഞു പോകാം. ഈ രാജ്യത്തിലെ 60 കോടി ജനങ്ങൾ ഇപ്പോ പോലും 100 രൂപ സമ്പാദിക്കാനായിട്ട് കഴിയുന്നില്ല. അവരെ നിങ്ങൾ എത്ര ആഡ് കാണിച്ചാലും, എന്തൊക്കെ PR ചെയ്താലും, അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബിനെ കൺട്രോൾ ചെയ്താൽ പോലും 100 കോടി ജനങ്ങൾ ഇപ്പോഴും 100 രൂപ സമ്പാദിക്കാൻ പറ്റുന്നില്ല. അവർ ഒരിക്കലും ആരുടെയും അടിമയായി കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദിക്കാം. സർ, നിങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത 10 മുതൽ 20 വർഷം വരെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണം BJPയുടെ കയ്യിൽ തന്നെ ആയിരിക്കുമെന്ന്. താങ്കളുടെ ആ വാദത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു ആ നിൽക്കുന്നു? കാര്യത്തിൽ എനിക്ക് 200% ഉറപ്പുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കൂ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താണ് പറഞ്ഞത് വെച്ചാൽ, വരാൻ പോകുന്ന 20-30 വർഷങ്ങൾ, 10 വർഷമല്ല 20 വർഷങ്ങൾ, രാജ്യത്തിന്റെ ഭരണത്തിൽ ഉറപ്പായും BJP ഉണ്ടാകുമെന്ന്. അതിനർത്ഥം അവർ തോൽക്കുമെന്നല്ല. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് 1950 ഇരുന്ന് 1999 വരെയും കോൺഗ്രസിനെ ചുറ്റി ഒരു വൃന്ദമുണ്ടായിരുന്നു. അതിനെ ചുറ്റിയായിരുന്നു ഭരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺഗ്രസ് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിനെ അംഗീകരിച്ചാലും അല്ലെങ്കിൽ എതിർത്താലും ആ കാര്യം ഇപ്പോൾ തിരിച്ച് ഷിഫ്റ്റായി BJP ആയി മാറി. ഒരുപക്ഷെ നിങ്ങൾ BJPയെ അംഗീകരിക്കുമായിരിക്കാം അല്ലെങ്കിൽ എതിർക്കുമായിരിക്കാം. ഇപ്പോൾ കോൺഗ്രസിനെതിരായിട്ടല്ല ഇന്ത്യ മുന്നണി കൂട്ടം വന്നിരിക്കുന്നത്. ഇത് 1989 രാജീവ് ഗാന്ധിക്കെതിരായിട്ടാണ് വന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ 1977 വന്നു. ആ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഒരു തവണ ഈ നാടിനെ ഏകദേശം നിങ്ങൾ 30% നോക്കുകയാണെങ്കിൽ 30% വോട്ട് ഓവർനൈറ്റിൽ വന്നതല്ല. അത് പല വർഷങ്ങളായിട്ട് നടത്തിയ ശ്രമമാണ്. അതായത് ആ പാർട്ടിയുടെ അനുയായികളുടെയും പാർട്ടിയുടെയും ശ്രമം തന്നെയാണ്. അതങ്ങനെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുകയില്ല. 1-2 ഇലക്ഷൻ തോറ്റത് കൊണ്ട് അത് നഷ്ടപ്പെടുകയില്ല. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ആ ഒരു കാര്യം വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. വരാൻ പോകുന്ന 20, 30, 40 വർഷങ്ങളോളം BJPയെ ചുറ്റി ഭരണം നടന്നിരിക്കും. അതിന്റെ അർത്ഥം ഞാൻ വീണ്ടും പറയുകയാണ്, BJP തോൽക്കത്തില്ല എന്നല്ല. അതായത് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു ശക്തിയായിട്ട് BJP ഉറപ്പായി ഉണ്ടാകും.